ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗോൾ സെറ്റിങ്സിനെ കുറിച്ചും നമ്മൾ വൈബ്രേഷൻ ഫ്രീക്വൻസിയെ കുറിച്ചുമല്ലേ സംസാരിച്ചിരുന്നത്. അപ്പോൾ എന്താണ് വൈബ്രേഷൻ ഫ്രീക്വൻസി എന്നറിയണ്ടേ? അപ്പോൾ നമ്മളത് കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പോൾ കേൾക്കുന്ന വാക്കാണ് വൈബ്. അതായത് അടിപൊളി വൈബാണ്, അല്ലെങ്കിൽ ഒരു നല്ല വൈബാണ്, നല്ല അടിപൊളി വൈബ് സ്ഥലമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കേൾക്കുന്നതാണ് നമ്മൾ തള്ള വൈബ്, തന്ത വൈബ്. അങ്ങനെ വൈബ്, ആ വൈബ് ഈ വൈബും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കിയാലോ. അതായത് വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഫിസിക്സിൽ ഈ ഊർജ്ജം, അതായത് എനർജി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. പിന്നെ പണ്ടേ ഫിസിക്സ് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അന്ന് അതിലൊന്നും വല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഈ ജീവിതത്തിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ കഴിയപ്പെട്ടത്. അങ്ങനെയാണ് ഈ എനർജിയെക്കുറിച്ചൊക്കെ പഠിക്കാനൊരു ഇൻട്രസ്റ്റൊക്കെ വന്നു തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തും ഒരു പുസ്തകങ്ങളിലൂടെയും വായിച്ചെടുത്ത അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവരും പാവങ്ങളല്ലേ. ഞാനും പണ്ടൊക്കെ ഫുള്ള് എന്തെങ്കിലും ചെറിയ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ കരഞ്ഞ് തളർന്ന് പരാതി പറഞ്ഞിരുന്ന ആളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മൾ വിദ്യയാണെന്ന് വിശ്വസിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്നാണ് കരുതിയത്. അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് മാറ്റം വരുത്താമെന്ന് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ കയ്യിൽ ലോ ഓഫ് അട്രാക്ഷൻ പെട്ടത്. അപ്പോൾ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മുടെ ബന്ധങ്ങളാണെങ്കിലും നമ്മുടെ ആരോഗ്യമാണെങ്കിലും പണമാണെങ്കിലും അങ്ങനെ എല്ലാം നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാമെന്നേ. പറഞ്ഞ് നമ്മൾ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്നും തെന്നി മാറില്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എനർജിയെ കുറിച്ചല്ലേ. എനർജി വൈബ്രേഷൻ തമ്മിൽ എന്താ ബന്ധം? അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ നമ്മൾ മുതൽ എല്ലാ വസ്തുക്കളും ഒരു എനർജിയാണ്. അത് ഒരു പ്രത്യേകതരം വൈബ്രേഷൻ ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഓരോ വസ്തുക്കൾക്കും നമ്മൾ മുതൽ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കൾക്കും ഓരോ വൈബ്രേഷൻ ഫ്രീക്വൻസിയാണ്. അതായത് ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസി, ലോ വൈബ്രേഷൻ ഫ്രീക്വൻസി. ലോ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്നാൽ ഈ സങ്കടങ്ങളും ദുരിതങ്ങളും പിന്നെ അതുപോലെ അസുഖങ്ങളും കഷ്ടപ്പാട്, അതൊക്കെ നമ്മൾ ലോയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസി പറയുന്നത് സന്തോഷം, സമാധാനം, സമ്പത്ത്, അതുപോലെ എല്ലാം നല്ല പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ഹൈ വൈബിൽ നിൽക്കുന്നതാണ്. എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെ നമ്മളിലേക്ക് വന്നെത്തുകയാണ്. അതായത് നമ്മുടെ ചിന്തയിലൂടെ നമ്മൾ ഇതിനൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വൈബ് ഉയർത്തുമ്പോൾ, വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർത്തുമ്പോഴാണ് നമ്മൾ ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഒരു വസ്തുവിനെ കുറിച്ച്, പണത്തിനെ കുറിച്ചാണെങ്കിൽ നമ്മുടെ ചിന്ത, നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി, ആ പണത്തിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി മാച്ച് ആകുമ്പോഴാണ് നമ്മളിലേക്ക് പണം എത്തുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എങ്ങനെയാണെങ്കിലും പണം നിൽക്കില്ല. അങ്ങനെയുള്ള ഒരുപാട് ചെറിയ സംഭവങ്ങളാണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഓരോ വസ്തുക്കളുണ്ടാകും. ഇപ്പോൾ ഓരോ പച്ചക്കറി ആണെങ്കിൽ, അരി ആണെങ്കിൽ, ഫ്രൂട്ട്സ് ആണെങ്കിൽ, അങ്ങനെ ഓരോ വസ്തുക്കളുണ്ടാകും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായത്. അത് നമ്മൾ ഇപ്പോൾ ഓണർ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് തരികയാണോ? അല്ല, നമുക്ക് ആവശ്യമുള്ളത് പോയിട്ട് നമ്മൾ അതിൻ്റെ പ്രൈസ് നോക്കിയിട്ട് നമ്മളെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് നമ്മളത് തിരഞ്ഞെടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് ജീവിതം. അല്ലാതെ ഇപ്പോൾ മറ്റുള്ളവർ, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കുറേ ആളുകളുണ്ടാകും. അവർക്ക് ആവശ്യമില്ല അവർ തിരഞ്ഞെടുക്കുന്നു, നമുക്ക് ആവശ്യമില്ല നമുക്ക് തിരഞ്ഞെടുക്കും. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ആ ഓണറോട് പറയും അവർക്ക് കൊടുത്ത സാധനം എന്തേ നമുക്ക് തന്നില്ല. അതുപോലെയാണ് ജീവിതത്തിലും നമ്മളെല്ലാവരും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പോലെ അല്ല നമ്മളെ ലൈഫ്. എൻ്റെ വിധി മാത്രം ഇങ്ങനെ ആയത്, എന്താ നമ്മളെ ചിന്ത റെഡി ആവാതെ നമ്മളെ ലൈഫ് റെഡി ആവില്ല. നമ്മുടെ ചിന്തയിൽ എന്താണോ, നമ്മളുടെ അകൽലോകത്ത് എന്താണോ ഉള്ളത്, അതാണ് നമ്മളുടെ പുറം ലോകത്ത് കാണുന്നത്. നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ അവസ്ഥക്ക് കാരണം ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. അവർ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ഇവർ കാരണം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ കാരണം. അപ്പോൾ അതൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയില്ലേ? അപ്പോൾ നമുക്ക് ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കേണ്ടേ? പിന്നെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഇന്നത്തെ ദിവസം, ഇപ്പോൾ നാളെ മുതൽ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഇന്നത്തെ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ ഇന്നത്തെ ദിവസം മുഴുവൻ ഹാപ്പി ആയിട്ടിരിക്കും എന്നുള്ളൊരു പ്രതിജ്ഞ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ ഇത്രയും കാലം നമ്മൾ നെഗറ്റീവായിട്ട് ഉള്ളൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് മാറാമെന്ന് പോസിബിൾ അല്ല. അപ്പോൾ ഇന്ന് ഒരു മണിക്കൂറുള്ളൂ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ ഒരു 30 ഡേയ്സെങ്കിലും നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ തനിയെ മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ നമ്മൾ വൈബ്രേഷൻ ലെവൽ ഉയർത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ വൈബിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക.